നമ്മളൊന്നും കാണുന്നത് പോലെയല്ല. കോൺഗ്രസ് പാർട്ടിയിൽ യുവാക്കളെന്നും പ്രായമായവർ എന്നും ഒരു വിഭാഗം കൂടിയുണ്ട്. ഇപ്പോൾ പ്രായമായവരുടെ തലവൻ നമ്മുടെ VD സതീശനാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. എന്തോ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് യുവാക്കളെ തീരങ്ങ് പിടിക്കില്ല. അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുകയോ അവർ മുൻനിരയിലേക്ക് വരുന്നതോ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ഇക്കാര്യങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും കാര്യത്തിൽ എല്ലാവർക്കും മനസ്സിലായതാണ്. എന്നാലും തിരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിലിൽ എത്തിയപ്പോഴെങ്കിലും ശകലം വകതിരിവ് നേതാവ് കാണിക്കുമെന്ന് കരുതിയിരുന്നതാണ്. അതാണെങ്കിൽ ഇങ്ങനെയുമായി. ഇത്തവണയെങ്കിലും ജയിച്ചില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നാണ് മൂപ്പരുടെ ഒരു പക്ഷം. എന്നാൽ അതിനുവേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്വന്തം പാർട്ടിക്കകത്ത് പോലും ആരും ഒരു വില നൽകില്ല എന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യാനാണ്? തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു ശുദ്ധികലശം വേണമെന്ന് ചിന്തിച്ചതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. പക്ഷെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലാവരെയും മാനിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഒറ്റപ്പെട്ടു പോകുമെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. രാഹുലിന്റെ കാര്യത്തിൽ സതീശനെടുത്ത തീരുമാനത്തിൽ തന്നെ ആവശ്യത്തിന് മുഷിവ് യുവ നേതാക്കൾക്കിടയിൽ ഉള്ളതാണ്. അപ്പോഴേക്കും ഇതാ അടുത്ത തൊല്ല. ഒന്നിനും കൊള്ളാത്ത 8 ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റുമാരെ മാറ്റണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം. അങ്ങനെയെങ്കിൽ മാത്രമേ തിരഞ്ഞെടുപ്പിന് വേണ്ടി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുള്ളൂ അത്രേ. ഇതിനെ തുടർന്നാണ് യുവ നേതാക്കന്മാർ എല്ലാവരും കൂടി സതീശനുമായി കൊമ്പ് കോർത്തത്. അവർ പക്ഷെ വെറുതെ ഇരുന്നില്ല. വിഷയം ഹൈക്കമാൻഡ് വരെ എത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. KPCC ജനറൽ സെക്രട്ടറിമാരെ തീരുമാനിച്ചത് ആവശ്യമായ ചർച്ചകൾ നടത്താതെയാണെന്നാണ് ഒരു വിഭാഗം നേതാക്കന്മാർ പറയുന്നത്. അത് തന്നെയാണ് സതീശൻ ഇപ്പോൾ തലവേദന ആയിരിക്കുന്നത്. അതുകൊണ്ടെന്താ പതിവ് പോലെ തന്നെ ചർച്ചകൾ കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് തന്നെ നിയമസഭയിലേക്കാൾ വലിയ ബഹളം പാർട്ടിക്കുള്ളിൽ നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ചർച്ച തുടങ്ങുമ്പോൾ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റുമാരെ ഉൾപ്പെടെയുള്ളവരെ മാറ്റി പുനഃസംഘടന നടത്തണമെന്നും KPCCയിൽ പുതിയ സെക്രട്ടറിമാരെയും നിയോഗിക്കണമെന്നുമൊക്കെ ആയിരുന്നു. എന്നാൽ ചർച്ച നടത്തി അവസാനമായപ്പോൾ KPCC ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും ട്രഷററെയും പ്രഖ്യാപിക്കുന്നതിൽ എത്തിപ്പോരുകയായിരുന്നു. ഇതാണ് യുവ നേതാക്കന്മാരുടെ ചങ്ക് തകർത്തത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായിരുന്നവർ ഉൾപ്പെടെയുള്ള ചില നേതാക്കന്മാർ പുനഃസംഘടനയിൽ കണ്ണും വെച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായുള്ള ഈ അടി. അതോടുകൂടി മൊത്തത്തിൽ പ്രതിഷേധമുയരുകയും കോൺഗ്രസ് അധ്യക്ഷനും രാഹുൽ ഗാന്ധിയും അടക്കം കൂട്ടത്തോടെ യുവ നേതാക്കൾ പരാതി അയക്കുകയുമായിരുന്നു. മാത്രമല്ല സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ നേരിട്ട് കണ്ടും പരാതി അറിയിച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് പണിയെടുക്കുന്നവർ മാത്രം പാർട്ടിയിൽ ഉണ്ടായാൽ മതിയെന്നും എങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റൂ എന്ന് സതീശൻ കൽപ്പിക്കുമ്പോൾ ഈ രണ്ടും കെട്ട അവസ്ഥയിൽ മറ്റുള്ളവരെ വെറുപ്പിക്കുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷമാവുമെന്ന അഭിപ്രായത്തിലാണ് KPCC അധ്യക്ഷൻ. മൂപ്പർക്ക് ബുദ്ധിയുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞു കൊതിപ്പിച്ച അവസാനം കാലുമാറുന്നത് വല്ലാത്ത കഷ്ടം തന്നെയാണ്. എന്തായാലും ഇത്തവണയും ചങ്കരൻ തെങ്ങുമ്പിൽ തന്നെയാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇടതുപക്ഷത്തിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ.